ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം പൗലോസ് അപ്പോസ്തലനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും പഠിക്കുകയായിരുന്നല്ലോ. ഇന്ന് നമുക്ക് പൗലോസ് മുഖാന്തരം രക്ഷയെങ്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, പൗലോസിനുള്ള ഭാരത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായത്തിൻ്റെ 15 വാക്യം. നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു സെൻറ്റൻസാണ്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം എന്ന് പറഞ്ഞാണ്, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. നാമും പലപ്പോഴും കർത്താവിൻ്റെ വേലയുമായിട്ട് മറ്റുള്ളവരെ രക്ഷയെങ്കിലേക്ക് നടത്തണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് നാം മറ്റുള്ളവരോട് സുവിശേഷം പറയുകയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ അതിന് ശേഷം പിന്നെ അവരുടെ ബാക്കിയുള്ള അവർ എങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു, എന്നാൽ അവർ ആരായിരുന്നു, എന്തായിരുന്നു, അവരുടെ അവസ്ഥ എന്താണ്, ഇതൊന്നും നാം അന്വേഷിക്കുകയോ അവരെക്കുറിച്ച് ഒരു ഭാരപ്പെടുകയോ അവരെക്കുറിച്ച് ഒന്ന് ഓർക്കുകയോ പോലും ചെയ്യാതെ നാം നമ്മുടേതായിട്ടുള്ള ലോകത്തിലേക്ക് തിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ കാണുന്നത് അവർ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു എന്നല്ല, മതത്തിൽ ചേർത്തു. എന്നാൽ അതിനുശേഷം അതിനുവേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നു, മതത്തിൽ ചേർക്കുവാനായിട്ട് ഒത്തിരി അധ്വാനിക്കുന്നു. എന്നാൽ അതിനുശേഷം അവൻ യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, മുമ്പോട്ട് വന്നോ, അവൻ്റെ അവസ്ഥ എന്താണ്, അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ്, അവൻ്റെ ലൗകികമായിട്ടുള്ള അവസ്ഥ എന്താണ്, അവൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണ്, ഇതൊന്നും തിരക്കാതെ അവൻ സഭയിൽ വന്നു എന്നുള്ളത് മാത്രം, അതിനു വേണ്ടി നാം ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ വളരെ വലിപ്പത്തിൽ കാണിച്ചുകൊണ്ട് നാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറക്കുന്നവരായിട്ട് തീരാറുണ്ട്. എന്നാൽ നമുക്കിവിടെ പൗലോസ് അപ്പോസ്തലനെ കാണുമ്പോൾ അതിൽ നിന്ന് എത്രയും വ്യത്യസ്തമായി പൗലോസ് അപ്പോസ്തലനെ നമുക്ക് മോഡലായിട്ട് സ്വീകരിക്കാവുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ തടവിലായിരിക്കുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ സുവിശേഷം പറഞ്ഞ് ഓനോസിമോസ് എന്ന ഒരു തടവുകാരൻ രക്ഷിക്കപ്പെട്ടു എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഓനോസിമോസ് അവിടെ വന്നതിൻ്റെ കാരണം അവനൊരു അടിമയാണ്. അവൻ യജമാൻ്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അവൻ പിടിപ്പെടുവാനും അവൻ പൗലോസ് കിടക്കുന്ന ആ കാരാഗൃഹത്തിലെത്തുവാനായിട്ടും ഇടയായി. പൗലോസിൻ്റെ ജീവിതവും പൗലോസിൻ്റെ പ്രവൃത്തിയും പൗലോസിൻ്റെ സംസാരവും കൊണ്ട് ഓനോസിമോസ് കർത്താവിനെ അറിവാനും കർത്താവിൻ്റെ ഒരു മകനായിട്ട് തീരുവാനായിട്ടും ഇടയായിട്ട് തീർന്നു. പൗലോസിന് വേണമെങ്കിൽ വിചാരിക്കാമായിരുന്നു, ഞാനൊരു തടവിലാണ്, എനിക്കൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിക്കാമായിരുന്നു. എന്നാൽ പൗലോസ് ഓനോസിമോസിന് വേണ്ടി, ഫിലോമോൻ ഓനോസിമോസിൻ്റെ ഉടമസ്ഥനാണ്. അവന് വേണ്ടി എഴുതുന്ന എഴുത്താണ് ഫിലോമോൻ എഴുതിയ ലേഖനം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ പൗലോസ് അപ്പോസ്തലൻ താണുകൊണ്ട് ഫിലോമോനോട് പറയുകയാണ്, കൂട്ടുവേലക്കാരനാണ്, എന്നാൽ അവനോട് പറയുകയാണ്, എനിക്ക് ക്രിസ്തുവിൽ ഒരു സഹായം നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. 20 വാക്യത്തിൽ, അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കാം. അവിടെ ഫിലോമോനോട് ഓനോസിമോസിനെ കുറിച്ച് യാചിക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തിനു വേണ്ടിയാണ്? ഇനി ഓനോസിമോസ് ഇവിടെ നിന്ന് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിലോമോൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഓനോസിമോസിൻ്റെ അവസ്ഥ എന്താണെന്ന്, എങ്ങനെ അവനെ കരുതണം എന്നുള്ളത് ഫിലോമോനെ അറിയിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലോമോനോട് പറയുകയാണ്, അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയമെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തസംബന്ധമായും എത്രയാകും.
ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവൻ എന്നെപ്പോലെ ചേർത്തുകൊള്ളുക. ഇവിടെ പൗലോസ് ഫിലോമോനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്, എന്നെപ്പോലെ അടിമയായ ഓനോസിമോസിനെ നീ ചേർക്കണമെന്നുള്ളത്. അത്രമാത്രം കരുതുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് ഓനോസിമോസിനെ കുറിച്ച് പറയുകയാണ്, അവൻ പണ്ട് പ്രയോജനമില്ലാത്തവനായിരുന്നു, അവൻ നിന്നെ ചതിച്ച് ഓടിയവനാണ്. എന്നാൽ ഇന്നവൻ ഒരു ദാസനല്ല, അവൻ ഒരു സഹോദരനാണ്. അതുകൊണ്ട് നീ അവനെ എന്നെപ്പോലെ തന്നെ കരുതണം. പിന്നെയും പറയുകയാണ്, അവൻ നിനക്ക് വല്ലതും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം നീ എന്ന് അവനോട് പറയുകയാണ്. അങ്ങനെ ഫിലോമോനോട് ഓനോസിമോസിനെ കുറിച്ച് ബാർഗെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഓനോസിമോസിൻ്റെ ജീവിതത്തിന് വേണ്ടി ബാർഗെയിൻ ചെയ്യുന്ന ഒരു അപ്പോസ്തലനായ പൗലോസിനെ നാം കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നാം രക്ഷയെങ്കിലേക്ക് നടത്തിയെന്ന് വരാം, അവരെ യോഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വരാം, അവർക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്തു എന്ന് വരാം. എന്നാൽ ഈ സ്നേഹം, പൗലോസിന് ഓനോസിമോസിന് ഉണ്ടായിരുന്ന ആ സ്നേഹം നമ്മൾക്കുണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നാം ചില രക്ഷയെങ്കിലേക്ക് നടത്തിയെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളിലും നാം ഉത്തരവാദികളായിരിക്കുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറ് നാം ഉണ്ടോ എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവസന്നിധിയിൽ ഇടപെടാതെ അവരെക്കുറിച്ച് ഓർക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടത് ഒന്നാമത് ആവശ്യമാണ്. രണ്ടാമത്, അവർക്ക് വേണ്ടി നമ്മൾ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതും ആവശ്യമാണ്. മൂന്നാമതായിട്ട്, നമുക്ക് അവരുടെ ജീവിതത്തിലെ തെറ്റുകളോ കുറ്റങ്ങളോ ഓർക്കാതെ വണ്ണം അവരുടെ അവസ്ഥ ഇന്നവർ സഹോദരനാണ് എന്ന രീതിയിൽ ഇവിടെ പറയുന്ന പോലെ അവനിനി ദാസനല്ല, അവനിനി പ്രിയ സഹോദരനാണ്. അങ്ങനെ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവം നമ്മൾക്ക് ആ വ്യക്തികളെക്കുറിച്ച് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പൗലോസിനെ കുറിച്ച് നമ്മൾ അനേക കാര്യങ്ങൾ പഠിച്ചു. പൗലോസിൻ്റെ ഈ മാതൃക, നമുക്കറിയാം, പൗലോസ് താൻ സഭകളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, താൻ രക്ഷയെങ്കിലേക്ക് നടത്തുന്നവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഇവിടെ നാം കാണുവാനായിട്ട് സാധിക്കും, താൻ ജനിപ്പിച്ചതായിട്ട് ആ ഓനോസിമസിനെ കുറിച്ച് കരുതുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം നമ്മൾക്ക് പൗലോസ് ഒരു മാതൃകയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.